കണ്ണീരാവുന്ന രാമന്തളി. നീതിയുടെ നിഴലിൽ പൊലിഞ്ഞുപോയ 4 ജീവനുകൾ. നക്ഷത്രങ്ങൾ തൂക്കിയ വീടുകളിൽ ക്രിസ്മസ് കരോളുകൾ മുഴങ്ങേണ്ട രാവുകളാണിത്. ലോകം മുഴുവൻ സന്തോഷത്തിന്റെ നിറവിലായിരിക്കുമ്പോൾ മലബാറിന്റെ മണ്ണിൽ നിന്ന് കേൾക്കുന്നത് ഹൃദയം പിളരുന്ന ഒരു വാർത്തയാണ്. കണ്ണൂർ രാമന്തളിയിൽ ഒരു വീട് മരണവീടായി മാറിയിരിക്കുന്നു. 5 വയസ്സുകാരി ഹിമ, വെറും 2 വയസ്സ് മാത്രമുള്ള കണ്ണൻ, അവരുടെ അച്ഛൻ കലാധരൻ, മുത്തശ്ശി ഉഷ ഇന്ന് ജീവനില്ലാത്ത ശരീരങ്ങളാണ്. ഇതൊരു സാധാരണ ആത്മഹത്യയല്ല, ഇതൊരു നിശബ്ദമായ കൊലപാതകമാണ്. കള്ളക്കേസുകൾ കൊണ്ട് ജീവിതം തകർക്കപ്പെട്ട ഒരു പുരുഷന്റെയും മക്കളെ വിട്ടുകൊടുക്കുവാൻ വയ്യാത്ത ഒരു അച്ഛന്റെയും വിങ്ങലാണ്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെയും ചില സ്ത്രീപക്ഷ നിയമങ്ങളുടെ ദുരുപയോഗത്തിന്റെയും ഇരകളായി മാറിയ ഒരു കുടുംബത്തിന്റെ കഥ. ഇന്നലെ രാത്രിയാണ് ആ ദാരുണമായ സംഭവം നടക്കുന്നത്. ഓട്ടോ ഡ്രൈവറായ ഉണ്ണികൃഷ്ണൻ തന്റെ വീട്ടിലെത്തുമ്പോൾ പുറത്തെഴുതി വെച്ച ഒരു കത്താണ് ആദ്യം കണ്ടത്. വീടകത്തുനിന്ന് പൂട്ടിയ നിലയിലുമായിരുന്നു. പോലീസ് എത്തി വീട് തുറന്നപ്പോൾ കണ്ട കാഴ്ച ആരെയും തളർത്തുന്നതായിരുന്നു. കിടപ്പുമുറിയിൽ ഉഷയും കലാധരനും ജീവനൊടുക്കിയ നിലയിൽ, താഴെ ആ കുഞ്ഞു പൂക്കൾ ഹിമയും കണ്ണനും. അവർക്ക് വിഷം നൽകിയ ശേഷം മുതിർന്നവർ യാത്രയായിരിക്കുന്നു. എന്തായിരുന്നു അവരെ ഈ കടുങ്കയിലേക്ക് നയിച്ചത്? കലാധരൻ എഴുതിയ ആത്മഹത്യാ കുറിപ്പിൽ എല്ലാമുണ്ട്. നിരന്തരമായ കള്ളക്കേസുകൾ, മാനസികമായ പീഡനങ്ങൾ, അവസാനമായി തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മക്കളെ ബലമായി പിടിച്ചുകൊണ്ടുപോകുമെന്നുള്ള ഭയം. കലാധരനും ഭാര്യയും തമ്മിൽ ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്നു. കേസ് കുടുംബ കോടതിയിലും എത്തിയിരുന്നു. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അമ്മ എന്ന വാക്കിന് നാം നൽകുന്ന വിശുദ്ധി എല്ലാ സ്ത്രീകളും കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? മക്കൾക്ക് അച്ഛന്റെ വീട്ടുകാരുടെയും കൂടെ കഴിയാനായിരുന്നു താല്പര്യം. എന്നാൽ കോടതി വിധി വന്നത് മക്കളെ അമ്മയോടൊപ്പം ഇടാനാണ്. തങ്ങളെ ഉപദ്രവിക്കുന്ന, സ്നേഹിക്കാത്ത ഒരിടത്തേക്ക് പോകുവാൻ ആ കുഞ്ഞുങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആ കുഞ്ഞുങ്ങൾ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടാകണം, ഞങ്ങൾക്ക് അച്ഛന്റെ കൂടെ മതിയെന്ന്. പക്ഷേ നിയമത്തിന്റെ വരട്ട് തത്വങ്ങൾക്ക് മുന്നിൽ ആ പിഞ്ചു ഹൃദയങ്ങളുടെ ശബ്ദം ആരും കേട്ടില്ല. ഒടുവിൽ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് ആ അച്ഛൻ കരുതിയിട്ടുണ്ടാകണം. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ളതാണ്, അത് ആവശ്യവുമാണ്. എന്നാൽ ആ നിയമങ്ങൾ ഒരു ആയുധമാക്കി മാറ്റിയാൽ എന്തു ചെയ്യും? പുരുഷൻ എപ്പോഴും വേട്ടക്കാരനും സ്ത്രീ ഇരയുമാണെന്ന പൊതുബോധം കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും നിലനിൽക്കുന്നുണ്ടോ? ഒരു സ്ത്രീ കള്ളക്കേസ് കൊടുത്താൽ അത് തെളിയിക്കപ്പെടും വരെ ആ പുരുഷനും അവന്റെ പ്രായമായ മാതാപിതാക്കളും അനുഭവിക്കുന്ന നരകയാതന ആര് കാണുന്നു? ഇവിടെ കലാധരന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണനെതിരെ പോലും കള്ളക്കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രായമായ മാതാപിതാക്കളെ ജയിലിലടയ്ക്കുവാൻ ശ്രമിക്കുന്ന ഒരു മരുമകൾ, അത് ആ കുടുംബത്തിന്റെ സമാധാനം കെടുത്തി. പുരുഷന്റെ അവകാശങ്ങൾ ചോദിക്കുവാനും പറയുവാനും ഇവിടെ ആരുണ്ട്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുമ്പോഴും മിഡിൽ ക്ലാസ് പുരുഷന്റെ സങ്കടങ്ങൾ പലപ്പോഴും ആരും കാണാറില്ല. സ്ത്രീ അമ്മയാണ്, ദേവിയാണ് എന്നൊക്കെ നാം പാടി പുകഴ്ത്തുമ്പോഴും സ്വന്തം വാശിയും അഹങ്കാരവും തീർക്കുവാൻ മക്കളെ ഒരു കരുവാക്കുന്ന സ്ത്രീകളെ നാം എന്തു വിളിക്കണം? തന്റെ ഭർത്താവിനോടുള്ള പക തീർക്കുവാൻ ആ കുഞ്ഞുങ്ങളെയും ആ കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യം. മക്കൾക്ക് അമ്മയേക്കാൾ കൂടുതലും ഇഷ്ടം അച്ഛനെയും മുത്തശ്ശിയുമാണെങ്കിൽ അത് ആ സ്ത്രീയുടെ പരാജയമാണ്. ആ സ്നേഹം തിരിച്ചു പിടിക്കുന്നതിന് പകരം നിയമത്തെയും പോലീസിനെയും ഉപയോഗിച്ച് അധികാരം സ്ഥാപിക്കുവാൻ ശ്രമിച്ചതിന്റെ പരിണത ഫലമാണ് ഇന്ന് നാം കാണുന്ന ഈ 4 ചിതകൾ. രാമന്തളിയിലെ ഈ വീട് നമുക്കൊരു പാഠമാണ്. നമ്മുടെ നിയമവ്യവസ്ഥ പുനർവിചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മക്കളുടെ സംരക്ഷണം സംബന്ധിച്ച കേസുകളിൽ അവരുടെ മാനസികമായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകണം. വെറും സ്ത്രീ എന്ന ലേബലിൽ മാത്രം വിധി പ്രസ്താവിക്കരുത്. കലാധരനും കുടുംബവും ഇന്ന് നമുക്കിടയിലില്ല. ആ 2 കുഞ്ഞുങ്ങളുടെയും മുഖം മലയാളിയുടെ മനസ്സിൽ ഒരു നോവായി അവശേഷിക്കും. നിയമം കണ്ണടയ്ക്കുമ്പോൾ, നീതിപീഠങ്ങൾ യാന്ത്രികമാകുമ്പോൾ ഇതുപോലെ ഇനിയും എത്ര കുടുംബങ്ങൾ ഇല്ലാതാകും? ഇനിയൊരു കലാധരൻ ഉണ്ടാകരുത്. ഇവിടെ ഒരു കുഞ്ഞും അച്ഛന്റെ കൈപിടിച്ച് മരണത്തിലേക്ക് നടക്കരുത്. ഈ ദാരുണ അന്ത്യത്തിന് കാരണക്കാരായവർ നിയമത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. പക്ഷേ കാലത്തിന്റെ നീതിയിൽ അവർക്ക് ഒളിച്ചോടാൻ കഴിയില്ല. പ്രണാമം ആ പിഞ്ചോമനകൾക്കും ആ കുടുംബത്തിനും.
രണ്ട് മനുഷ്യർ, രണ്ട് തീരുമാനങ്ങൾ. 2025 ഡിസംബർ 14 സിഡ്നിയിലെ ബോണ്ടി ബീച്ച്. ഹനൂക്ക ആഘോഷങ്ങളുടെ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന സായാഹ്നം. നിമിഷങ്ങൾക്കുള്ളിൽ ആ ആഘോഷം ഒരു യുദ്ധക്കളമായി മാറി. എന്നാൽ ആ ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഒഴുകിയ ചോരയുടെ പേരിൽ മാത്രമല്ല, മറിച്ച് അസാധാരണമായ ധൈര്യത്തിന്റെ പേരിലാണ്. ഒരേ സമുദായത്തിൽ നിന്ന് വന്ന രണ്ട് മനുഷ്യർ. ഒരാൾ തോക്കുമായി വന്ന സാജിദ് അക്രം, വിദ്വേഷത്തിന്റെ പ്രതീകം. മറ്റൊരാൾ വെറും കൈകളുമായി വന്ന് സ്വന്തം ജീവൻ പണയം വെച്ച് ആ തോക്കിനു മുന്നിൽ നെഞ്ചുമിടിച്ചു നിന്ന അഹമ്മദ് അൽ അഹമ്മദ്. സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകം. വെടിയുണ്ടകൾക്കിടയിൽ നിന്ന് ഓസ്ട്രേലിയ കണ്ടെത്തിയ ആ ഹീറോയുടെ കഥയാണിത്. ഒപ്പം തകർന്നുപോയ ഒരു കുടുംബത്തിന്റെയും. സാജിദ് അക്രം ജനക്കൂട്ടത്തിന് നേരെ വെടിയുതിർക്കാൻ തുടങ്ങിയ നിമിഷം, മരണം മുന്നിൽ കണ്ട നിമിഷം, എല്ലാവരും ചിതറി ഓടുകയായിരുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ പരക്കം പായുന്ന മനുഷ്യർ. എന്നാൽ ഒരാൾ മാത്രം ഓടിയത് എതിർ ദിശയിലേക്കായിരുന്നു. അക്രമിക്ക് നേരെ. അഹമ്മദ് അൽ അഹമ്മദ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാമായിരുന്നു. വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന കുട്ടികളെയും കുടുംബത്തെയും ഓർക്കാമായിരുന്നു. പക്ഷേ മറ്റുള്ളവർ വെടികൊണ്ട് വീഴുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സ്വന്തം സുരക്ഷ മറന്നു. അക്രമിക്ക് നേരെ അദ്ദേഹം ചാടി വീണു. ഇതിനിടയിൽ അഹമ്മദിന് വെടിയേറ്റു. ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ആരും തളർന്നു പോകുന്ന സമയം. പക്ഷേ അഹമ്മദ് പിന്മാറിയില്ല. വേദന വകവയ്ക്കാതെ അക്രമിയിൽ നിന്ന് ആ തോക്ക് പിടിച്ചു വാങ്ങി. സാജിദ് അക്രമിനെ കീഴ്പ്പെടുത്തി. അഹമ്മദ് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മരണസംഖ്യ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. മനുഷ്യനെന്ന ഒറ്റ വർഗമേ ഉള്ളൂ എന്ന ലോകത്തിന് കാണിച്ചു കൊടുത്ത സുന്ദരമായ നിമിഷം. സേ നോ ടു ടെററിസം എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ ഉറക്കെ തൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം അത് തെളിയിച്ചു. ഇന്ന് ഓസ്ട്രേലിയ മുഴുവൻ ഒറ്റക്കെട്ടായി ആ പേര് വിളിക്കുന്നു, അഹമ്മദ് അൽ അഹമ്മദ്. ബോണ്ടി ബീച്ചിലെ ആ നിശബ്ദ നായകൻ ആശുപത്രി കിടക്കയിൽ ജീവനും മരണത്തിനുമിടയിൽ പോരാടുമ്പോഴും അദ്ദേഹം അറിയുന്നുണ്ടാകില്ല പുറത്ത് ഒരു രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന്. അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് നന്ദി പറയുവാൻ ഓസ്ട്രേലിയൻ ജനത ഒട്ടും മടിച്ചില്ല. മണിക്കൂറുകൾക്കുള്ളിൽ സമാഹരിച്ചത് $1 മില്യൺ പണമല്ല, മറിച്ച് മതം നോക്കാതെ, നിറം നോക്കാതെ, മനുഷ്യനായി മാത്രം കണ്ട് സ്നേഹിക്കുന്ന ഒരു ജനതയുടെ ഒപ്പിടലാണിത്. അഹമ്മദ്, നിങ്ങൾ ഓസ്ട്രേലിയയുടെ ഹീറോ ആണ്. അഹമ്മദിന്റെ ധീരത ആഘോഷിക്കപ്പെടുമ്പോൾ നഗരത്തിന്റെ മറ്റൊരു കോണിൽ ഒരുപാട് ശ്മശാന മുഖമാണ്. അക്രമിയായ സാജിദ് അക്രമിന്റെ വീട്. ഒന്നും അറിയാതെ ഭർത്താവും മകനും മീൻ പിടിക്കുവാൻ പോയതാണെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്ന വെരീന. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല, അവൻ നല്ല കുട്ടിയാണ്. നവീദ്, അവൻ ഇതിലും പങ്കുണ്ടാകില്ല. ജർബീസ് ബോയിലേക്ക് പോയവർ എങ്ങനെ ഇവിടെ എത്തി? എന്റെ ഭർത്താവ്, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? ആ അമ്മയുടെ വിലാപം. മകൻ നവീദ്, 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവന്റെ പിതാവ് സാജിദ് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അഹമ്മദിനെ പോലൊരാൾ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ പണയം വെച്ചപ്പോൾ സാജിദ് സ്വന്തം മകന്റെ ഭാവി കൂടിയാണ് ഇല്ലാതാക്കിയത്. ഒരേ ദിവസം, ഒരേ സ്ഥലം, രണ്ട് വ്യത്യസ്ത മനുഷ്യർ. ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം വലുതാണ്. ഭീകരവാദത്തിന് മതമില്ല. സാജിദ് അക്രമിനെ പോലെ ക്രൂരമായ ഒരു മുഖം മാത്രമേയുള്ളൂ. എന്നാൽ അതിനെ നേരിടുവാൻ അഹമ്മദ് അൽ അഹമ്മദിനെ പോലെയുള്ള മനുഷ്യരുള്ളിടത്തോളം കാലം നന്മ തോൽക്കില്ല. ഓസ്ട്രേലിയയുടെ ഹീറോ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എത്ര ജീവൻ രക്ഷിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല. അഹമ്മദ്, നിങ്ങളുടെ ധൈര്യത്തിന് നന്ദി. നമുക്കൊന്നിച്ചു പറയാം, സേ നോ ടു ടെററിസം. മനുഷ്യനായിരിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും വലിയ മതം.